ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം മാവിലെ ഇല മുറിയുന്ന ഒരവസ്ഥയെപ്പറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല മാവുകളുടെയും ചുവട്ടിക്കൂടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് തളിരിലകൾ അതിൻ്റെ ചുവട്ടി കിടക്കുന്നതാണ്. ഒരുപാട് തളിരില. ഇപ്പോൾ പലരുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അത് വീട്ടിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ നമ്മൾ ഗ്രാഫ്റ്റ് മാവോ അങ്ങനെയുള്ള ബഡ് മാവോ ഒക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോഴും തളിരല്ല വരുന്ന സമയത്ത് ഇതേപോലെ തണ്ട് മാത്രം നിൽക്കും, ഇലയെല്ലാം ഇതേപോലെ മുറിച്ചിങ്ങനെ ഇട്ടേക്കുന്നത് കാണും. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും ഇത് മാവിൻ്റെ എന്തോ അസുഖമാണെന്ന്. എന്നാൽ അത് തികച്ചും നമുക്കതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതിനകത്തെ ഒരു വില്ലൻ എന്ന് പറയുന്നത് കണ്ട് ഈ ഇരിക്കുന്ന മാംഗോ ലീഫ് കട്ടിങ് വീവിൽ എന്ന് പറയുന്നത് ഇപ്പോൾ തൊടുമ്പോൾ പറന്നു പോകും. കണ്ടോണേ, നോക്കണം. വേണ്ട ഈ ഇരിക്കുന്നത് വേണ്ട ഇരിക്കുന്നത് ഇത് പെൺവണ്ടുകളാണ്. മാംഗോ ലീഫ് കട്ടിങ് വീവിൽ എന്ന് പറയുന്നതിൻ്റെ പെൺവണ്ടുകളാണ്. ഇത് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, ഈ ഇലയിൽ ഈ തണ്ടിൻ്റെ ഇപ്പോൾ ഈ അടത്തിയിട്ട ഒരു ഇല ഞാൻ കാണിക്കാം. എന്നിട്ട് ഇതിപ്പം ഇതേപോലുള്ള അവസ്ഥയിൽ കണ്ട് ഇപ്പം ഇങ്ങനെ ഇതിങ്ങനെ പിടിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന ഈ വണ്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ അറ്റത്ത് വന്നിട്ട് മുട്ട നിക്ഷേപിക്കും. മുട്ട നിക്ഷേപിച്ച് ഇവിടുത്തേലെല്ലാം മുട്ട നിക്ഷേപിച്ചതിന് ശേഷം അതിൻ്റെ ലാർവയ്ക്ക് ഉള്ള ഫുഡായിട്ടാണ് ഇതിനെ ഈ മുറിച്ച് തറയിൽ കളയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ മുട്ട നിക്ഷേപിച്ചിട്ട് ഈ ഒരു ഇല എന്ത് ചെയ്യും, ഇത് മണ്ണിലേക്കാണ് വീഴുന്നത്. അത്തരത്തിൽ സമാധിദശയായിട്ട് കിടക്കുന്ന അവസ്ഥ അത് മണ്ണിലേക്ക് ഏത് കാലാവസ്ഥയ്ക്കാണെങ്കിലും, അതിപ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥയാണെങ്കിലും, അതായത് കാലവർഷ കാലാവസ്ഥയാണെങ്കിലും അതിന് ശേഷമുള്ള മാറി വരുന്ന കാലാവസ്ഥയല്ല, ഇത് മണ്ണിൽ കിടന്നിട്ട് ഈ ലാർവ ഇത് പിന്നീട് അതിൻ്റെ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു വണ്ടായിട്ട് രൂപാന്തരപ്പെട്ട് പിന്നെയും വരികയാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്നത് ഉണ്ട്, ഇരിപ്പുണ്ട് കണ്ടോ, ഉണ്ട് ഈ വിരളിൽ വന്നിരിക്കുന്ന ഈ വണ്ടാണ് മാംഗോ ലീഫ് കട്ടിങ് വീവിൽ എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കുമുള്ള വില്ലൻ. കണ്ടില്ലേ, ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഈ ഇല ദണ്ടുണ്ട്, ഇത് മുഴുവൻ മുറിച്ചിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ നടുന്ന മാവിനെ എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് ഈ മഴക്കാലത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ആ കൂമ്പ് വരുന്ന സമയം, അതായത് ഈ ഭാഗങ്ങളിൽ നിന്ന് ചെറുതായിട്ട് മുകളങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധിക്കുമ്പോൾ തൊട്ടേ നമ്മൾ ഈ വണ്ടിനെതിരായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള വേപ്പെണ്ണയോ അല്ലെങ്കിൽ ഈ പറയുന്ന നിംബിസിഡിൻ എന്ന് പറയുന്ന ഓർഗാനിക്കാണ്, ഇത് പ്യുവർ ഓർഗാനിക്കാണ്. അതായത് ഈ നിംബിസിഡിൻ എന്ന് പറയുന്ന കമ്പനിയാണ്, സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നിംബിസിഡിൻ എന്ന് പറയുന്ന സാധനം. അതായത് അസാഡിറാക്റ്റിൻ ഇതിനകത്ത് 0.03% ആണ്. അതായത് ഈ ഒരു മരുന്നെന്ന് പറയുന്നത് 300 പാർട്സ് പെർ മില്യൺ ഉള്ള ഒരു നിംബിസിഡിനാണുള്ളത്, അസാഡിറാക്റ്റിൻ കോമ്പൗണ്ട് ആണുള്ളത്. ഇതേപോലെ അതിന് 10,000 ppm ഉള്ള വരെ നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭിക്കും. അതിനൊക്കെ ഏകദേശം 7,000 രൂപ വരെ വിലയുള്ളത്. അതിന് ഒരു ബ്രാൻഡ് അനുസരിച്ച് വില കൂടും. അത് ജൈവമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇത് ഇതിനകത്ത് നിന്ന് ഒരു 10 മില്ലി എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പിൻ്റെ എണ്ണ നിങ്ങൾ എപ്പോഴും കരുതിയിരിക്കുക. അപ്പോൾ ഒരു 10 മില്ലി വേപ്പെണ്ണ, അതേപോലെ ഒരു 2-3 തുള്ളി നമ്മുടെ ഈ ലിക്വിഡ് ബാർ സോപ്പ് ഉണ്ടല്ലോ, ബാർ സോപ്പ് കൂടെ, അല്ലെങ്കിൽ മറ്റേ ഈ വിമ്മോ അല്ലെങ്കിൽ പ്രില്ലോ അതുപോലുള്ള ലിക്വിഡ് സോപ്പ് ഒരു 2-3 തുള്ളിയുടെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി ഇത് തുടക്കം മുതലേ സ്പ്രേ ചെയ്യുക. അതായത് 2 നേരം സ്പ്രേ ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് സാഫ് എന്ന് പറയുന്നൊരു ഫംഗിസൈഡ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും സുലഭമായിട്ട് അറിയാം. അത് ഈ ചെടികൾ വളർത്തുന്നവർക്കെല്ലാം സുലഭമായിട്ട് അറിയാം. സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് ചെറിയ പാക്കറ്റ് മുതലുണ്ട്, 40 രൂപ മുതലുള്ള തുടങ്ങുന്ന പാക്കറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ഫംഗിസൈഡാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഫംഗസ് ബാധയുണ്ടെങ്കിൽ അതുകൂടെ പൊക്കോളും. അപ്പം അതാണ് ഈ പറയുന്ന, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ 10 മില്ലിയുടെ കൂട്ടത്തിൽ തന്നെ വേണേൽ ഒരു നുള്ള് സാഫ് കൂടെ ആ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി വെച്ചേച്ചാൽ, ഇത് മുകളം തുടങ്ങുന്ന തൊട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇല, ഇപ്പം ഈ കാണുന്ന ഇലയുണ്ടല്ലോ, ഈ ഇളം സ്റ്റേജ് കഴിഞ്ഞിട്ട് ഏകദേശം ഇളം പച്ച, ഇച്ചിരി ഡാർക്ക് പച്ച കളറിലേക്ക് ആവുന്നിടം വരെ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വണ്ട് വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. ഒന്നോ കാര്യം ഓർത്തണം, ഇത് ജൈവ രീതിയിലായതുകൊണ്ട് 2 നേരവും രാവിലെയും വൈകുന്നേരങ്ങളും അടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഈ മഴക്കാലത്താണെങ്കിൽ ഞാൻ ഇതിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്പ്രെഡർ എന്ന് പറയുന്ന സാധനം. അതായത് നമ്മൾ വളങ്ങളുടെ കൂടെ അടിച്ചു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതേപോലെ തന്നെ അത് ഇതിനകത്തൂടെ ചേർക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഇലകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ഈ പറയുന്ന മരുന്നുകൾ ഇതിനകത്ത് പടരുകയും അതുവഴി നമുക്ക് അതായത് ഈ വണ്ടിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഇനി ഇത് രണ്ടാമത് പറയാൻ പോകുന്നത് രാസ കീടനാശിനി, അതായത് ഇതുപോലത്തെ ഇതിനെ പ്രതിരോധിക്കുന്നതിനെ പറ്റിയാണ്.
അതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് എക്കാലക്സ് എന്ന് പറയുന്നത്. എക്കാലക്സ്, പിന്നെ അതേപോലെ രണ്ടാമത് ഉപയോഗിക്കുന്നത് ടാറ്റ മാനിക്ക്, പിന്നെ അതേപോലെ ടാറ്റയുടെ തന്നെ വേറെണ്ണമുണ്ട്. പിന്നെ അപ്പം ടാറ്റ മാനിക്കാണ് മറ്റേ എക്കാലക്സിനെക്കാട്ടിൽ കൂടുതലായിട്ട് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. അവർക്ക് അതാണ് കൂടുതൽ പിന്നെ ഉപകാരപ്പെട്ടിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ടാറ്റ മാനിക് എന്ന് പറയുന്നത് ഏകദേശം പൊടി രൂപത്തിലാണ്, എക്കാലക്സ് എന്ന് പറയുന്നത് ലിക്വിഡ് രൂപത്തിലാണ്. അപ്പോൾ ഇവ രണ്ടിൻ്റെയും പിന്നെ ഇതിനകത്ത് നിന്ന് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്ന വ്യത്യാസമാണ്. എക്കാലക്സ് ആണെങ്കിൽ 1 മില്ലി മുതൽ 2 മില്ലി വരെ 1 ലിറ്റർ വെള്ളത്തിൽ. അത് നിങ്ങൾ ഇതിൻ്റെ ഈ അറ്റാക്ക് കൂടുന്നതനുസരിച്ച് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്താൽ മതി. എപ്പോഴും പിന്നെ നിങ്ങൾ ഈ രാസ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ മാസ്കും അതുപോലെ കയ്യുറയും ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഈ മുകളത്തിൽ മാത്രം അടിക്കാൻ ശ്രദ്ധിക്കുക, അല്ലാതെ ബാക്കിയുള്ള ഇലകളിലെല്ലാം കൂടെ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിലൊന്നും ഈ പറയുന്ന വണ്ടുകൾ വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. ഇതൊന്നും മുറിച്ച് കളയാനുള്ള ശേഷി അവർക്കില്ല. ഇത്തരത്തിലുള്ള തണ്ടുകൾ മാത്രമേ ഇവ കയറി അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഈ ഒരു സ്പ്രേ ചെയ്യുമ്പോൾ തുടക്കം മുതൽ ഒരു ദിവസം മാത്രം ആദ്യം ഒന്ന് അടിക്കുക, അല്ലാതെ രാവിലെയും വൈകുന്നേരം ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഒന്നട വിട്ട് വേണേൽ അടിക്കാം, അല്ലെങ്കിൽ രാവിലെ വീതം. പിന്നെ ഇത് ഇളം ഇല ഏകദേശം ഒരു ഇത് ഈ ഒരു സ്റ്റേജിൽ വരുന്നിടം വരെ അടിക്കാം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു 2 ഗ്രാം സാഫ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ളത്തിൽ ഒഴിച്ചങ്ങ് ഇട്ടേക്കും. അതായത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ഗ്രാം സാഫും ഈ പറയുന്ന എക്കാലക്സ് ആണെങ്കിൽ 2 മില്ലി എക്കാലക്സും. ഇനി മറ്റേ ടാറ്റ മാനിക്കാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ഗ്രാം സാഫും പിന്നെ 2 ഗ്രാം പിന്നെ ടാറ്റ മാനിക്ക് എന്ന് പറയുന്ന ആ ഒരു മരുന്ന്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് ഒരു കുപ്പിക്കകത്താക്കി അങ്ങ് വെച്ചാൽ മതി. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഇടുമ്പോൾ ബാക്കിയുള്ള ഇത്തരത്തിലേക്ക് ഇട്ട് അങ്ങ് മാറ്റി വെച്ചേച്ചാൽ മതി. അപ്പം ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുക. എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ മാവുകളുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ വലിയ ഇതിലെടുത്ത് സ്പ്രേ ചെയ്യാനായിട്ട് നിൽക്കണ്ട. പിന്നെ അതും മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് വേണം മാത്രമേ ഇത് നിങ്ങൾ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മാവിൻ്റെ കാര്യങ്ങൾ. ഇതിപ്പം അടിച്ച് തീർന്നതാണ്. ഇതിനൊന്നും ചെയ്യാത്തതുകൊണ്ട് ഈ മാവിൻ്റെ ഈ ഒരു ഇല തണ്ടുകളെല്ലാം പോയി. ഇപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇത്തരത്തിലുള്ള തണ്ട് പോയതിന് ശേഷം ഈ മാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിൽ ഇച്ചിരി ഗ്രാഫ്റ്റ് മാവാണ്. ഇതൊരു സാധാരണ വിത്ത് മുളച്ചുണ്ടായതാണ്. ഇതൊരു ഗ്രാഫ്റ്റ് മാവാണെങ്കിൽ ഈ ഒരു മാവിൻ്റെ ഒരു തട്ട് ഇത്രയും സ്റ്റേജ് ഏകദേശം ഇത്രയും പോയി. മറിച്ച് ഇത് നമ്മൾ ഇത് ലെവൽ ചെയ്ത് സ്പ്രേ ചെയ്ത് എടുത്തായിരുന്നെങ്കിൽ ഇതേപോലെ തന്നെ ഇത്രയും തണ്ടുകളും ആയതിന്. അപ്പോൾ വളർച്ച അതിനനുസരിച്ച് പെട്ടെന്ന് കിട്ടുകയും ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു രീതി നിങ്ങൾ എല്ലാവരും പിന്തുടരുക. അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടുകളെ നമ്മൾ പരമാവധി ഈ മാവിൻ്റെ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇതുപോലുള്ള രാസകീടനാശിനിയോ അല്ല ജൈവ കീടനാശിനിയോ ഉപയോഗിച്ച് നിങ്ങൾ തുരത്താൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.